ഒരു MLA ഉണ്ട്, ഇതുവരെ ഒരു അനക്കോ കാര്യങ്ങളോ ഇവിടെ എന്താ വേണ്ടതെന്ന് പോലും ഇവിടെ നിന്ന് നേടിയൊക്കെ പോയി ജയിച്ചു പോവുകയും ചെയ്തു. ഒരവസ്ഥ ഇതുവരെ വന്നിട്ടോ ഒരു കാര്യങ്ങൾ പറയോ ഇതിന് വേണ്ടത് ചെയ്യാനോ അയക്കൊരു അനക്കവും ഇല്ല, അതിനോട് ആരും പറയാനുമില്ല. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ജോസ്ഗിരി നിവാസികൾ കടുത്ത പ്രതിഷേധത്തിൽ. ഓഗസ്റ്റ് 1-നുണ്ടായ ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും പ്രദേശത്തേക്കുള്ള റോഡ് ഗതാഗതം താറുമാറായതോടെ കഴിഞ്ഞ 10 ദിവസമായി പൊതുഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത്. രാജഗിരിയിൽ നിന്നും ജോസ്ഗിരിയിലേക്കുള്ള റോഡാണ് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും പൂർണ്ണമായും തകർന്നത്. റോഡ് പുനർനിർമ്മിച്ച് അടിയന്തരമായി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. പൊതുഗതാഗതം നിലച്ചതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലെത്താൻ പ്രതിദിനം ഏകദേശം 500 രൂപ വരെ യാത്രാ ചെലവാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇപ്പം ഈ പ്രകൃതിക്ഷോഭം വന്നിട്ട് ഇവിടെ വന്നിട്ട് ദേശം കുറച്ച് മണ്ണ് ഇടിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ടുള്ള ഗതാഗതമൊക്കെ ഒഴിവാക്കി പോയിട്ട് ഇത്ര നാൾ അതിരെന്ന് പറഞ്ഞ ഒരൊറ്റ ആൾക്ക് പോലും ഇതൊരു ഇടപാട് നടന്നിട്ടില്ല. ഇവിടെ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും എന്നും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ വന്ന് ഉന്നത തലത്തിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ ഇപ്പം പറയാലോ 200 രൂപ മുടക്കണം കോഴിച്ചാലിലൊന്ന് പോകണമെങ്കിൽ ഒരു കൊച്ചിന് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഇങ്ങോട്ട് 400 രൂപ മുടക്കിയിട്ടാണ് ഒരു കൊച്ചു പഠിക്കുന്നത്. 18 ദിവസമായിട്ട് ഇവിടെ ഒരു ബസ് സർവീസ് ഒരു കാര്യമില്ല. ഒരു മേലധികാരോ അധികാരികൾക്ക് ഒരു കുലുക്കോ ഒരു പരിപാടിയില്ല. ഇവിടെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി വേണ്ടാന്നുള്ള അവസ്ഥകളുടെ കാര്യങ്ങൾ വന്നേക്കുന്നത്. കാരണം നമ്മളൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. പണിയെടുക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാടിച്ചാലും ചെറുപടിയും പോയി പണിയെടുക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി നടക്കുമോ? 30 രൂപയും 60 രൂപയ്ക്ക് തീരേണ്ടത് 250 രൂപ 500 രൂപ കൊടുക്കണം കോഴിച്ചാൽ വരെ ഓട്ടോയ്ക്ക് പോകാൻ. ഇതാ ഓട്ടോക്കാരനാണ് അടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് അവസ്ഥകളുള്ളത്. അപ്പൊ അതിന് മാറ്റാനായിട്ട് ഉള്ള ഉന്നത തലത്തിൽ ഇപ്പൊ ഒരു MLA ഉണ്ട്, ഇതുവരെ ഒരു അനക്കോ കാര്യങ്ങളോ ഇവിടെ എന്താ വേണ്ടതെന്ന് പോലും ഇവിടെ നിന്ന് നേടിയൊക്കെ പോയി ജയിച്ചു പോവുകയും ചെയ്തു. ഒരവസ്ഥ ഇതുവരെ വന്നിട്ടോ ഒരു കാര്യങ്ങൾ പറയോ ഇതിന് വേണ്ടത് ചെയ്യാനോ അയക്കൊരു അനക്കവും ഇല്ല, അതിനോട് ആരും പറയാനുമില്ല. സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ തുക താങ്ങാനാകാത്ത ഭാരമാണ്. പ്രദേശത്ത് ഇത്രയും വലിയ ദുരിതമുണ്ടായിട്ടും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജോസ്ഗിരിയിൽ എത്തിയിട്ടില്ലെന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു. ജനപ്രതിനിധികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശമുണ്ടായതിനു പിന്നാലെ ഗതാഗതവും നിലച്ചത് പ്രദേശത്തെ വ്യാപാര മേഖലയെയും സാരമായി ബാധിച്ചു. ഇവിടെ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ 4 ദിവസം ഞങ്ങൾക്ക് 8 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. 4 ദിവസത്തോളം ഒരു വഴിക്കും ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴും രാജഗിരി ജോസ്ഗിരി PWD റോഡ് തുറന്നിട്ടില്ല. കോഴിച്ചാൽ കട്ടപ്പള്ളി വഴി വരുന്ന ഒരു റോഡ് മാത്രമാണ് അത്യാവശ്യം ആശ്രയിക്കുന്നത്. 20 രൂപ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിന് പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ ഇന്ന് 250 രൂപ അങ്ങോട്ടും 250 രൂപ ഇങ്ങോട്ടും 500 രൂപ മുടക്കിയാണ് പോകേണ്ടി വരുന്നത്. അതുപോലെ ആശുപത്രി കേസിന് ഒരു രോഗിയായ മനുഷ്യന് പിന്നെ ആളുകൾക്ക് തൊഴിലിന് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇതുവരെ നമുക്കിവിടെ ഒരു MLA ഉണ്ട്. MLA എന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണനാണ്. ഇങ്ങോട്ട് ഈ പരിസരത്തേക്ക് വന്നതായിട്ട് പോലും അറിവില്ല. രാജഗിരി വന്നു പോയി എന്ന് കേട്ടു. പിന്നെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് രാജഗിരി വന്നു പോയി എന്ന് പറയുന്നത് കേട്ടു എന്നല്ലാതെ ഇവിടെ വരികയോ ജനങ്ങളെ കാണുകയോ സംസാരിക്കുകയോ എന്താണ് ബുദ്ധിമുട്ടുന്നത്. ഈ റോഡ് എത്രയും പെട്ടെന്ന് പുനരുദ്ധരിച്ച് കിട്ടണം. അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണം. ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷയാണ് നടക്കുന്നത്. ഇനി ഓണക്കാലത്ത് ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിരുന്നു. ഇവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നതാണ്. ആ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുന്നില്ല. അവർക്ക് വഴി തുറന്നു കിട്ടുക ഓണാഘോഷ പരിപാടികളുമായി സംബന്ധിച്ച് പല ആളുകളും മാറ്റുന്നതാണ്. ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഏറ്റവും ഭംഗിയായ ഓണാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന വടംവലി മുതലുള്ള എല്ലാ മത്സര പരിപാടികളും നടന്നുകൊണ്ടിരുന്നതും പഞ്ചായത്തിൻ്റെ വടംവലി ടീമിലെ അടക്കം ഇവിടുത്തെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ ടീമായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ബ്ലോക്കിലും ജില്ലാ തലത്തിലടക്കം പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെ പരിപാടികൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ജോസ്ഗിരി ടൗണിലേക്ക് സ്ഥിരമായി എത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ വരവും ഇതോടെ പൂർണ്ണമായും നിലച്ചു. വിരലിലെണ്ണാവുന്ന കടകൾ മാത്രമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. വ്യാപാരികൾക്കും വരുമാനം ഗണ്യമായി കുറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാത്തത് ജോസ്ഗിരിയിലെ ജനങ്ങളുടെ സാധാരണ ജീവിതം തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണെന്നും അടിയന്തരമായി റോഡ് പുനർനിർമ്മിച്ച് പൊതുഗതാഗതം പുനരാരംഭിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരു 18 ദിവസമായി ഇതുവരെ ഒരു ബസ് വരുന്നില്ല. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ മറ്റ് തപാൽ വകുപ്പ് എല്ലാം മെയിൽ കൊണ്ടുപോകലെല്ലാം ബുദ്ധിമുട്ടാണ്. ബസ് വരികയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. ചെറിയ വണ്ടി പോകുന്നല്ലാതെ ഓട്ടോറിക്ഷ പോലും ആരും ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ കോഴിച്ചാൽ കട്ടപ്പള്ളി വഴിക്കാണ് പോകുന്നത്. പണിയാണെങ്കിൽ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. ഒരു 3-4 അല്ലെങ്കിൽ 2-3 JCB വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ സ്പീഡായിട്ട് നടക്കും. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യാം നാളെ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും?
ഇവിടുത്തെ ജനങ്ങൾ ആ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നില്ല. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്.